രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നതിൽ താൻ എതിരല്ലെന്നും എന്നാൽ മസ്ജിദ് തകർത്തുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും കഥാകൃത്ത് പി സുരേന്ദ്രൻ പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് ആലത്തിയൂരിൽ സംഘടിപ്പിച്ച മദ്രസ സർഗവസന്തത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മസ്ജിദ് തകർത്ത് പടുത്തുയർത്തിയ രാമദർശനത്തെ താൻ അംഗീകരിക്കില്ല. രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നതിൽ താൻ എതിരല്ലെന്നും എന്നാൽ മസ്ജിദ് തകർത്തുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും കഥാകൃത്ത് പി സുരേന്ദ്രൻ പറഞ്ഞു. ആലത്തിയൂരിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച മദ്രസ സർഗവസന്തത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അവിടെ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചതല്ല പ്രശ്നം, അതൊരു മസ്ജിദ് തകർത്ത് അവിടെ പണിതെടുത്തു എന്നോടത്താണ് എൻ്റെ വിയോജിപ്പ്. ഞാൻ ക്ഷേത്രാരാധകനൊന്നുമില്ല, ഞാൻ അവിടേക്ക് പോകാനും പോകുന്നില്ല, അതെന്നെ ആകർഷിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, മസ്ജിദ് തകർത്ത അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മേൽ പടുത്തു കെട്ടിയ രാമദർശനത്തെ എനിക്ക് അംഗീകരിക്കാൻ സാധ്യമേ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന്. എല്ലാ വൈവിധ്യങ്ങളും ഉണ്ടാകും, എല്ലാ വൈവിധ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം, എല്ലാ വൈവിധ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. രാമരാജ്യ സങ്കല്പം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുമെന്നും പ്രസ്താവിച്ച BJP നേതാവ് ചരിത്രവും രാജ്യത്തിന്റെ പൈതൃകവും പഠിക്കണമെന്നും കഥാകൃത്ത് പി സുരേന്ദ്രൻ പറഞ്ഞു. ഷൗക്കത്തലിയെ കൂടി കൂട്ടിക്കൊണ്ടാണ് കോഴിക്കോട്ടത്തെ വെള്ളയിൽ കടുപ്പുറത്തു വന്ന് 25,000 ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഖിലാഫത്ത് മൂവ്മെന്റിന് തിരികൊടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ മുറിഞ്ഞു നിൽക്കുമ്പോൾ ആ രാമരാജ്യത്തെ കുറിച്ച് യാതൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല. അത് ഇതര മതസ്ഥന്റെ ഒരു വഴിയും ഒരു ദേവാലയവും പൊളിച്ചു നീക്കുകയില്ല എന്ന ബോധ്യം ഗാന്ധിയിലുള്ള തികഞ്ഞ ബോധ്യം ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ രാഷ്ട്രീയം ആ രാമനല്ല ഇത് എന്ന, ഇത് ഫാസിസത്തിന്റെ പ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വികലമായ ഒരു രാമസങ്കല്പ. അതിന് ഈ പറയുന്ന നാഗരികതയോ സ്പിരിച്വാലിറ്റിയോ ആയി അതിന് ബന്ധമില്ല. ഞാൻ RSSരോട് പറയാറുണ്ട്, നിങ്ങളോടുള്ള എൻ്റെ ആഴമേറിയ വിയോജിപ്പ് നിങ്ങൾ സ്പിരിച്വൽ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ആ കുപ്പ പൂവിൻ്റെ മുട്ടാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ആ പൂവിൻ്റെ മുട്ടിന് മുമ്പിൽ നമ്മളിങ്ങനെ വിനീതരായി നിൽക്കും. അത് പടുത്തു കെട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച കലാകാരന്മാരെ നമ്മൾ ആദരിക്കും, അല്ലേ? ഇതൊന്നും അവർക്ക് സാധ്യമാകുന്നു.